നമസ്കാരം. രാജ്യത്തെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം. കേരളത്തിൽ എത്രയോ സർവകലാശാലകളുണ്ട്. പക്ഷേ ഈ പല സർവകലാശാലകൾക്കും ഇപ്പോൾ നിലവിൽ വൈസ് ചാൻസലർമാരില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായൊരു കാര്യം. ആരെയാണ് വൈസ് ചാൻസലർ ആക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഗവർണറും സർക്കാരും തമ്മിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തർക്കം തന്നെയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെ നിർദ്ദേശിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള കടുത്ത നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നത്. നേരത്തെ താൽക്കാലിക അടിസ്ഥാനത്തിൽ അവരെ വൈസ് ചാൻസലറായി നിയോഗിച്ചിരുന്നത് മുഖ്യമന്ത്രിക്ക് അന്ന് തീരെ പിടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവരുടെ നിയമനം അംഗീകരിക്കുകയില്ല എന്നുള്ള കടും നിലപാട്, അതായത് ഈഗോ കൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. പകരം ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ സജി ഗോപിനാഥിൻ്റെ പേരും അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഗവർണറും നിർബന്ധം പിടിച്ചു. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ഈ തർക്കം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒടുവിൽ ഇത് കേസ് കോടതിയുടെ പരിഗണനയിലെത്തുകയും അങ്ങനെ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇതിനു വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു സ്ക്രൂട്ടനി കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഉൾപ്പെടെയുള്ള ഒരു ഉന്നത അധികാര സമിതി തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ വളരെ പെട്ടെന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കോംപ്രമൈസ് ആയിരിക്കുന്നു. സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ പിണറായി സമ്മതിച്ചിരിക്കുന്നു. പകരം ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയോഗിക്കാൻ ഗവർണറും സമ്മതിച്ചിരിക്കുന്നു. ഏതായാലും കോംപ്രമൈസായി രണ്ടുപേരും തമ്മിൽ പ്രശ്നം തീർന്നു. നമുക്ക് പൊതുവെ നോക്കുമ്പോൾ ഇത് വളരെ സമാധാനപരമായ നല്ലൊരു കാര്യമാണ് എന്ന് തോന്നാം. പക്ഷേ ഇവിടെ വരുന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. ഇതിനു വേണ്ടി ചിലവഴിച്ച സർക്കാർ ഖജനാവിലെ പണം ആര് നൽകുമെന്നുള്ളതാണ്. സുപ്രീം കോടതി നിയോഗിച്ച ഈ വിദഗ്ധ സമിതിയുടെ സിറ്റിങ്ങിന് തന്നെ ഏതാണ്ട് 31 ലക്ഷത്തിലധികം രൂപ ചിലവായിട്ടുണ്ട്. അതിൽ സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനാണ് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. ആ അഭിഭാഷകൻ എത്ര രൂപയാണ് പ്രതിഫലം കൊടുത്തെന്നുള്ള കാര്യം നമ്മൾ വിവരാവകാശം ചോദിച്ചാൽ പോലും ഇതിന് മറുപടി ലഭിക്കുകയുമില്ല. അങ്ങനെ ഇത്രയും പണം ചിലവാക്കി ഇത്രയും സമയം വെറുതെ കളയും. ഈ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വൈസ് ചാൻസലർ ഒപ്പിട്ടാൽ മാത്രമേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്ത് കൊടുക്കുകയുള്ളൂ. എത്രയോ പേരുടെ തൊഴിലവസരങ്ങളാണ് ഡിജിറ്റൽ സർവകലാശാലയാകട്ടെ അല്ലെങ്കിൽ സാങ്കേതിക സർവകലാശാല ആവട്ടെ വിദേശത്തോ എവിടെയൊക്കെ പോയി കുട്ടികൾക്ക് ജോലി നേടാനുള്ള എത്രയോ അവസരങ്ങളാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈഗോയിൽ കുടുങ്ങി ഇല്ലാതായി പോയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി ഗവർണറും മുഖ്യമന്ത്രിയും സമ്മതം അറിയിക്കുമ്പോൾ ഖജനാവിൽ നിന്ന് പോയ പൈസയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിണറായി സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടി വലിയൊരു ഷോക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പിണറായി ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. മൂന്നാം പിണറായി സർക്കാർ വരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പിണറായിക്കും ഇപ്പോൾ മനസ്സിലായി. ഒപ്പം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർക്കും അക്കാര്യം ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അല്പം മുമ്പ് മറ്റൊരു തീരുമാനം കൂടെ വന്നിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ രജിസ്ട്രാറെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ ശാസ്താംകോട്ട DB കോളേജിലേക്ക് ഇവിടെ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് തിരികെ ആ കോളേജിലേക്ക് തന്നെ അയച്ചിട്ടുണ്ട്. സാധാരണ സർവകലാശാല രജിസ്ട്രാർമാരായി കോളേജ് അധ്യാപകരാണ് നിയോഗിക്കാറുള്ളത്. ഗവർണറുടെ ഒരു ചടങ്ങ് ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് അന്ന് വിവാദമുണ്ടായ സമയത്ത് സർവകലാശാല സെനറ്റ് ഹാളിൽ ചടങ്ങ് നടത്താൻ പറ്റുകയില്ല എന്ന് അന്ന് പറഞ്ഞത് ഈ രജിസ്ട്രാറായിരുന്നു. പിന്നീട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിൽ തന്നെ തുടരുകയാണ്. പക്ഷേ എന്തായാലും ഇക്കാര്യത്തിലും സർക്കാർ മുട്ടുമടക്കി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഗവർണർ പറഞ്ഞിടത്തതിനെ കാര്യങ്ങൾ ഒടുവിൽ എത്തിച്ചിരിക്കുന്നു. ഈ രജിസ്ട്രാറിനെ വേണ്ട എന്ന് ഗവർണറും നിർബന്ധം പിടിച്ചിരുന്നു. കാരണം തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്തിൽ ഈ പരിപാടി നടത്താൻ കഴിയുകയില്ല എന്ന് പറയാനുള്ള അധികാരം ഈ രജിസ്ട്രാർക്കുണ്ടെന്നുള്ളതാണ് ചോദ്യം. കാരണം ഗവർണറാണ് സർവകലാശാലയുടെ ചാൻസലർ. സർവകലാശാലയുടെ ഏറ്റവും വലിയ പദവി ഇരിക്കുന്ന ആൾ ഗവർണറാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. അങ്ങനെയുള്ള ഒരാൾ പങ്കെടുക്കുന്ന ചടങ്ങ് അവിടെ ഒരു പടം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്താൻ കഴിയുകയില്ല എന്ന് സിൻഡിക്കേറ്റ് പറയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് ഗവർണറോട് നിർദ്ദേശിക്കാൻ രജിസ്ട്രാർ ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും അവിടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് രജിസ്ട്രാർക്ക് സസ്പെൻഷൻ ലഭിക്കേണ്ടി വന്നത്. പകരം രജിസ്ട്രാറെ നിയോഗിച്ചിരുന്നു. ഇങ്ങനെ ഒരു വലിയ നീണ്ട തർക്കങ്ങൾ കേരള സർവകലാശാലയിലൊക്കെ നടന്ന തർക്കങ്ങൾ നമുക്കറിയാം. അവിടെ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എന്നെ നേരെ SFIക്കാർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം. അതുപോലെ ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക ചുമതല വഹിച്ച VC ആയിരുന്ന സമയത്തും SFIക്കാർ അവിടെ നിരന്തരമായി പ്രശ്നം ഉണ്ടാക്കുകയും അവർക്ക് സ്വസ്ഥമായി അവിടെ നിന്ന് ഭരിക്കാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേക ഏതെങ്കിലും രാഷ്ട്രീയ ചായവുള്ള ആളോ ഒന്നും തന്നെയല്ല. ഒരു അക്കാദമിക് വിദഗ്ധയായ പ്രഗത്ഭയായ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ അവർ ആ പദവിയിൽ നിയോഗിക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ എതിർപ്പിനെ മറികടന്നാണ് അവരെ അന്ന് താൽക്കാലികം നിയമിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായിയുടെ കണ്ണിലെ കരടായി മാറുകയും അങ്ങനെ ഇവരെ വൈസ് ചാൻസലറാക്കാൻ പറ്റുകയില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഗവർണറും അപ്പുറത്തെ ഭാഗത്തു നിന്ന് വാശി പിടിച്ചപ്പോൾ ഇത് ഏതാണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമായി. പക്ഷേ കോടതി ചെലവിനായി
ചിലവഴിച്ച ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഡൽഹിയിലെ യാത്ര ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര കോടി രൂപയായിരിക്കും ഇതിന് ചിലവായതെന്ന് നമ്മൾ ചിന്തിക്കുക, എത്രയും പാഴായി പോയെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മുഖ്യമന്ത്രിയും ഗവർണറും ഒന്ന് ഫോണിൽ സംസാരിച്ച് അക്കാര്യത്തിലൊരു ധാരണയാക്കി മാറ്റാവുന്നുള്ളൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ പിടിവാശിയും ഈഗോയും കൊണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നുള്ള കാര്യം ആരും മറക്കാൻ പാടില്ല. ഏതായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വിധി പിണറായിയെ സംബന്ധിച്ച്, സ്റ്റീഫനെ സംബന്ധിച്ച് തന്നെ വലിയൊരു തിരിച്ചടിയെ മാറി എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ കാര്യത്തിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രതിയായ ഗവർണർ വയ്ക്കുന്ന ഡിമാൻഡുകൾക്കെല്ലാം തന്നെ വഴങ്ങാൻ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്.